ലോകത്ത് നമ്മളെ പുനർജനിപ്പിക്കും. ആ പുനർജന്മത്തിൽ റബ്ബ് പൂർണ്ണമായ വിചാരണ നടത്തും. നമ്മളുടെ കൊച്ചുകുട്ടികളും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഉപ്പയും ഉമ്മയും ആ കോടതിയിൽ, കുടുംബത്തിൻ്റെ കോടതി, സമൂഹത്തിൻ്റെ കോടതി, സമുദായത്തിൻ്റെ കോടതി, ആ കോടതിയിൽ, അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മളെ ഹാജരാക്കും. പൂർണ്ണമായ വിചാരണക്കടയിൽ നമ്മൾ വിങ്ങിപ്പൊട്ടും. കുറ്റപത്രം വായിക്കപ്പെടുമ്പോൾ നമ്മൾ തളർന്നു വീഴും. നമ്മളുടെ ശരീരത്തിലെ വിയർപ്പ് കൊണ്ട് വിയർത്തൊലിച്ച വിയർപ്പിൽ മുങ്ങി നിന്ന് നാവ് വരെ എത്തിയിട്ട് മുത്തുനബി പറഞ്ഞു, ഇതുവരെ എത്തുന്നവരുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയില്ല. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചേ പറ്റൂ, നമ്മൾ സൂക്ഷിക്കണം. ഖുർആൻ അത് നമ്മളോട് പഠിപ്പിച്ചു. വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശ വസാഅ സബീലാ. നിങ്ങൾ വ്യഭിചാരത്തോടടുക്കരുത്, അങ്ങനത്തെ ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞൂലേ. ഞാനിവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കുറേ നേരം മേപ്പിട്ട് നോക്കിയാൽ നിന്നത്, ഒന്നും ഉണ്ടായിട്ടല്ല. സുഹൃത്തേ, നിങ്ങളും ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഫ്ലൈറ്റ് കയറി ഏതായാലും കുടുംബത്തെ വിട്ട് കയറിയതല്ലേ, ഏതായാലും ഇപ്പോൾ നാട്ടിൽ നിന്ന് കരൾ പറിച്ച് പോരല്ലേ, ഏതായാലും എയർ ഹോസ്റ്റസ് അല്ലേ, എന്താ ഇപ്പോൾ ഒരു റസൂലുള്ള പറഞ്ഞു, ഒന്നാമത്തെ നോട്ടം, രണ്ടാമത്തത് പൈശാചികതയാണ്. സൂക്ഷിച്ച സുഹൃത്തേ, നിനക്കാണ് സ്വർഗം. സൂക്ഷിച്ച സോദരി, നിങ്ങൾക്കാണ് സ്വർഗം. ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും പല ഭാഗങ്ങളും കഴിഞ്ഞപ്പോൾ മറ്റൊരു രോഗം, ആ രോഗം കഴിഞ്ഞപ്പോൾ 2 കാലിനും ക്യാൻസർ. ഇത് ബാധിച്ചിരിക്കുന്ന ഒരു സഹോദരനെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തൊരു പാപമില്ലാതെ പരലോകത്തേക്ക് യാത്രയാകാൻ എനിക്കൊരു സൗഭാഗ്യം കിട്ടുന്നതിനുമ്മ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് സ്വന്തം ഉമ്മയോട് ചോദിച്ച സഹോദരൻ ഒരു വേള ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കൂ, അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും സ്വർഗത്തിലുള്ള വിശ്വാസവും നമുക്കത് കെട്ടുന്നു. തിന്മയാകുന്ന ഒരു വശത്തിലേക്കും നമ്മൾ അടുക്കാൻ പാടില്ല. നമ്മളുടെ സന്തതികളുടെ നന്മ, നമ്മളുടെ സന്തതികളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ അമലുകൾ, പരസ്പരമുള്ള സ്നേഹം, ഒരിക്കലും അത് കുറയരുത്, ഒരിക്കലും അത് കുറയരുത്. പരസ്പരമുള്ള സംസാരം, ഫോൺ ചെയ്യുന്നത്, പലരുമൊക്കെ കുടുംബത്തിലേക്ക് ഫോൺ ചെയ്യാറുണ്ട്. കൂട്ടുകാരൊക്കെ ഉള്ള സഹായമൊക്കെ ചെയ്ത് കൊടുക്കും, റൂമിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു പോയി കൊടുക്കും. പിന്നെ ഓല് കുറച്ച് കഴിയുമ്പോൾ ഒരു റൂം തുറന്ന് വരിക, അല്ല ഞങ്ങൾ ഇടപെടണം. ഇത് സംഗതി പിന്നെ നിയന്ത്രണ രേഖ വിട്ട് കിടക്കുന്നുണ്ടല്ലോ, സംഗതി നിയന്ത്രണ വിധേയമല്ലല്ലോ. കാരണം എന്താ അറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചൂടായി, അതിൻ്റെ ഇടയ്ക്ക് കേബിളും കൂടെ കട്ടായും ചെയ്തു. പിന്നെ കടലിൻ്റെ അടിയിൽ കൂടി ഉള്ളത് വെറുതെ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കിൻ്റെ ഊക്കുണ്ട് 3 കേബിൾ ഒന്നിറ്റാ മുറിഞ്ഞിക്കണമെന്നാണ് പത്രത്തിൽ കണ്ടത്. ഒന്ന് ശ്രദ്ധിക്കുക, വാക്കുകൾ എന്തുണ്ടെങ്കിലും. ഭാര്യ അവിടെ നിന്നൊരു ഇങ്ങോട്ട് ചോദിച്ചു, ഹലോ, ആ പിന്നെ എന്തേ, ഒരു 1000 ഉറുപ്പ്യ അയച്ചു തരുമോ? അതോടുകൂടി ഫോണാണ് കട്ടായി. ഭാര്യ വിചാരിക്കും മരിച്ചോ, എന്തേ സംഭവിച്ചത്, എന്താ? അപ്പം എന്ത് ചെയ്യുക, നമ്മളവിടെ പറയണം, മോളെ അങ്ങനെ ചോദിക്കല്ലേ, എൻ്റെ അടുത്ത് തികയിട്ടാണ്, ഈ മാസം ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പം എന്തായി, സംസാരം അങ്ങനെ തുടരുകയാണ്. അങ്ങനെ ആ തുടർച്ചയിൽ നമുക്കൊരുപാട് സ്നേഹബന്ധങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഭാര്യമാരോടും പറയുകയാണ്, ഭർത്താക്കന്മാരെ ഒരു ദിർഹമിൻ്റെ അച്ചടിക്കുന്ന യന്ത്രങ്ങളായി നമ്മൾ ആരും കാണാതിരിക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി പരസ്പരമുള്ള ബന്ധങ്ങളിൽ സംസാരിക്കുക. കുറച്ചൊക്കെ ഇരുന്നിട്ട്, നമ്മളെ ഈ തിരക്കിൻ്റെ ഇടയിൽ അതിനൊന്നും നേരം കിട്ടൂല, നമ്മൾ കൂലിയാണ്. നമ്മളൊക്കെ വില്ലൻ്റെ മുമ്പിൽ 2 കസേര ഇട്ട് കാണും, നമ്മളെ നാട്ടിൽ ഒരു പുരയൊക്കെ കയറ്റി അവിടെയും 2 കസേര ഇട്ട് കാണും, പുല്ലൊക്കെ ഉണ്ടാക്കിച്ചാണ്. ആ 2 കസേര ഇട്ട് ഇങ്ങനെ ഇരിക്കുക, അതിൽ പൂച്ച കയറി ഇരിക്കുക എന്നല്ലാതെ നമുക്ക് ആർക്കും അതിൽ നേരം കിട്ടാറില്ല. ഇനി അഥവാ നേരം കിട്ടിയാൽ നമ്മൾ 2 ആളും ഇരിക്കും. ഇരുന്നിട്ട് ഭാര്യയോട് ചോദിക്കൂ, 10-35 കൊല്ലമായി കെട്ടിക്കൊടുത്തിട്ട് എന്തൊരു നേട്ടം ഉണ്ടായത്? അപ്പോൾ ഭാര്യ അങ്ങോട്ട് പറയും, 35 കൊല്ലമായി നിങ്ങളെ പിന്നാലെ ഞാൻ പോന്നിട്ട്, എന്നിട്ട് എന്താ ഉണ്ടായത്? അവസാനം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ ഇടപെടണം, ഉമ്മ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ, ഞാൻ A+ വാങ്ങാം, എല്ലാത്തിനും വാങ്ങാം, നിങ്ങൾ ബേജാറാകില്ല, അങ്ങനെയെങ്കിലും ഒരു നേട്ടം എന്നെക്കൊണ്ട് കഴിയണേ ഞാൻ ചെയ്യാം, നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെയൊന്നും നമ്മൾ പറയരുത്. നമ്മൾ നല്ല കാര്യങ്ങൾ പറയാം. എന്തൊരു ജീവിതം നമുക്ക്, അല്ലേ, മക്കളായി അവർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെ ഈ നാട്ടിൽ എന്തോ ഒരു സന്തോഷമാണ്. നമുക്കല്ലേ, നമ്മൾ ആദ്യം നിസ്കരിച്ചിരുന്നില്ലല്ലോ, പിന്നെ നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയില്ലേ, പിന്നെ നമ്മൾ പള്ളിക്ക് പോകാൻ തുടങ്ങിയില്ലേ, നമ്മളൊരു കാര്യങ്ങൾ ഒരുപാട് കിട്ടിയില്ലേ, നമുക്കിപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ തുടങ്ങിയില്ലേ, ഇപ്പം നമ്മൾ തിങ്കൾ വ്യാഴത്തിൽ ഒഴിവുള്ള സമയത്തൊക്കെ നമ്മൾ നോമ്പ് എടുക്കാൻ തുടങ്ങി. എന്തൊരു നേട്ടമാണ് ജീവിതത്തിൽ. ഇതൊക്കെ ആവുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ അടുത്തു
നടന്നുകൊണ്ടിരിക്കുന്നു. ആ ബന്ധമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ മുത്തഖികളുടെ കൂട്ടത്തിലാകാൻ അവസാനമായി ഞാൻ ഉപദേശിക്കുകയാണ്. എന്നെയും നിങ്ങളെയും യൗമ നശ്റുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ. അള്ളാഹു മുത്തക്കികളെ ഒന്നിച്ച് കൂട്ടിയിട്ടാണ് ഈ ഇരിക്കുന്ന മുത്തക്കികൾ. നമ്മളൊക്കെ ഓരോ റൂമിലും വില്ലയിലും എത്തിയപ്പോൾ നമ്മുടെ ഇവിടേക്ക് കുറച്ചൊക്കെ ഒരു കാറ്റ് വായുവൊക്കെ കിട്ടുന്നുണ്ട്, ഒരു സമാധാനമുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? മാത്രമല്ല ഇങ്ങനെയൊക്കെ വന്ന് ഇവിടെ എത്തിപ്പെട്ടിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെയെങ്കിലും എത്തുമ്പോൾ മുജാഹിദീങ്ങളെ ക്യാമ്പും ക്ലാസ്സും ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാൽ കുറച്ചുകൊണ്ട് ഒഴിഞ്ഞു പോകാൻ നോക്കിയത്. ഇവിടെ യാതൊരു സമാധാനമല്ല, വിളിയോട് വിളിയാണ്, പോരുന്നില്ലേ ഇങ്ങനെ ഇടങ്ങാറാണ് ഈ പോരൂല. പക്ഷേ അതിൽ നമ്മൾ സന്തോഷിക്കാൻ വേണ്ട. ദുബായിലെത്തിയിട്ടെങ്കിലും ഒരു 2 കൊല്ലം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവിടുന്ന് ഫോൺ വിളി വരുന്നില്ലേ, ഖുർആൻ ക്ലാസ് ഉണ്ട്. നാട്ടിൽ ഖുർആൻ ക്ലാസ് മടുത്തിട്ട് ഒന്ന് ജീവിതം ഒന്ന് ഉഷാറാക്കാൻ കരുതി പോകുന്നു, ഇവിടെയും ഖുർആൻ ക്ലാസ് ആണോ? ആണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നു എൻ്റെ അടിമ വഴി തെറ്റരുത്, എൻ്റെ അടിമയായ എന്നെയാൾ വഴി തെറ്റരുത്, എൻ്റെ അടിമ സ്ത്രീയായ എന്നെയാൾ വഴി തെറ്റരുത് എന്ന സന്തോഷത്തിലാണ് അള്ളാഹ് നമ്മളിവിടെ എത്തിച്ചത്. എന്തൊരു ഹൃദയമായി. സീഡികൾ അവിടെ വിൽക്കുന്നു, അത് വാങ്ങുന്നു. നമുക്കറിയാം ഇന്ന പ്രസംഗം നമ്മൾ കേട്ടല്ലേ, നമ്മൾ അയൽപ്പക്കത്തെ ഫ്ലാറ്റിലുള്ള ഇന്ന ആളുകൾ ഒരു കേട്ടിട്ടില്ലല്ലോ. ഇല്ല, നമ്മൾ ഫ്ലാറ്റിലൊരു പായസം ഉണ്ടാക്കി, അവർ ഉടനെ വാതിൽ ചെന്ന് മുട്ടി ഉറങ്ങുകയാണ്. പിന്നെ ആ പായസം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി കൊടുത്ത് രണ്ടാമത് പോയി വെക്കും അവരവിടെ ഇല്ല, വീണ്ടും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് വൈകുന്നേരം രാത്രി നമ്മൾ പറയും രാവിലെ ഉണ്ടാക്കിയാണ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. എന്നാലും ഈ സുന്ദരമായ പായസം, അതേപോലെ ഈ സുന്ദരമായ ഇസ്ലാം രാവിലെ ഞാൻ മുട്ടി നോക്കി, ഉച്ചയ്ക്ക് നിങ്ങൾ ഇവിടെ ഇല്ല, ഇതാ ഞാൻ ഇപ്പം കൊടുന്നുതരാം, ഒരു CD ആണിത്, നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഈ സുന്ദരമായ മതത്തെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അത്തരത്തിൽ ദഅവത്ത് നടത്തുന്ന കുടുംബങ്ങളാണ് നിങ്ങൾ. നാളെ രാവിലെ ഒരാൾ 100 ദിർഹം നിങ്ങളുടെ കയ്യിൽ തരികയാണ്. നിങ്ങൾ ഏത് കയ്യിലാണ് വാങ്ങുക? രാവിലെ ഒരാൾ കടം വാങ്ങിയ 100 ദിർഹങ്ങളെ കയ്യിൽ തരികയാണ്. നിങ്ങൾ എങ്ങനെയാണ് വാങ്ങുക? വലത് കൈ കൊണ്ട് വാങ്ങും, വലത് കൈ കൊണ്ട്. നാളെ ഒരു ഗ്രന്ഥം നമുക്ക് വാങ്ങേണ്ടതുണ്ട്. ഏത് കയ്യിലാണ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുക? വേഗം ചെന്നാൽ ഞാനും നിങ്ങളും ഏത് കയ്യാണ് നീട്ടുക? യാതൊരു അപ്പീലുമില്ല, അത് വലത് കൈ നീട്ടും. അല്ല പറയും അതല്ല ഇടത്തെ കൈ. അല്ല പഠിച്ചോനെ വലതിൽ മതി. അല്ല പറയും വലതിൽ തരാൻ അതിന് ഇതിലൊന്നുമില്ലല്ലോ, ഇടത് തരാം. അവിടെ നിന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? വലതിൽ. വലത് കയ്യിൽ വാങ്ങിയവൻ അങ്ങനെ പോവുകയാണ്. ധർമ്മം ചെയ്തവൻ, അക്രമം ചെയ്യാത്തവൻ, വ്യഭിചരിക്കാത്തവൻ, കള്ളു കുടിക്കാത്തവൻ, ശിർക്ക് ചെയ്യാത്തവൻ, നമസ്കാരം ഒഴിവാക്കാത്തവൻ, നാവുകൊണ്ട് കുത്തിപ്പറയാത്തവൻ നടന്നു പോവുകയാണ്. പടച്ചോനെ, എൻ്റെ മുമ്പിൽ നിന്നും വലതിലാണ് വാങ്ങിയത്, അവൻ നിൻ്റെ കാര്യത്തിൽ മുമ്പിലായിരുന്നു, നീ പിറകിലായിരുന്നു, അതുകൊണ്ട് ഇടതിൽ വാങ്ങിയേക്കുക. അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, 70,000 ആളുകൾ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ പോകുന്നത് കാണുന്നു. നമ്മൾ ചോദിക്കും, നബിയെ തങ്ങളെ അവരതാ പോകുന്നു. അള്ളാഹുവിൻ്റെ ദൂതൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്, അവർ അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരാണ്, അവർ മന്ത്രിച്ചൂതാത്തവരാണ്, മന്ത്രിച്ചൂതാൻ ആവശ്യപ്പെടാത്തവരാണ്, ഐക്കല്ല് കെട്ടാത്തവൻ, അത്തരത്തിലുള്ള ചികിത്സാവിധികളിൽ വിശ്വസിക്കാത്തവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഹൃദയത്തെക്കുറിച്ച് ചോദിക്കും. ഹൃദയത്തിൻ്റെ സ്കാൻ ചെയ്യും. CD നമ്മൾ റൈറ്റ് ചെയ്ത് സ്കാൻ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളുടേതായ ഫയലുകൾ ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്യുന്നത് പോലെ. ഇപ്പോൾ അവിടെ ഫ്ലോപ്പിളിയിൽ ഇത്ര ഒഴിവാണ്, ഇത്ര ശതമാനം അതിൽ നിറഞ്ഞിട്ടില്ല. സുഹൃത്തേ, എൻ്റെയും നിങ്ങളുടെയും ഹൃദയം അവിടെ സ്കാൻ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സഹാബത്ത് റസൂലിനോട് ചോദിച്ചു, അള്ളാൻ്റെ റസൂലെ, അള്ളാൻ്റെ കോപം കിട്ടാതിരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ജാഹിലാണെങ്കിലും ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആലിമാകാൻ ശ്രമിക്കുക. റസൂലേ, ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കോപം വരാനുള്ളൊരു കാരണം നിങ്ങൾ പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആലിമുകളാണ്, ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ജാഹിലുകളാണ്. ദുനിയാവിൻ്റെ കാര്യത്തിൽ ആലിമുകളാണെന്ന് പറഞ്ഞാൽ അല്ല, ഇവിടെ എങ്ങനെയാണ് ബത്താക്ക കിട്ടുക? ഇരിക്ക്, ഒരു കട്ടൻ ചായ ഒക്കെ കൊടുത്തിട്ട് ബത്താക്കൻ്റെ അപ്ലിക്കേഷൻ പൂരിപ്പിച്ച് കൊടുത്ത് ഒക്കെ റെഡിയാക്കി ലേബർ ഓഫീസ് കാണിച്ചു കൊടുത്ത് അവിടേക്ക് വണ്ടി ടാക്സി ഏർപ്പാടായി കൊടുത്ത് അത് കിട്ടിയാൽ ഇങ്ങനെ ആക്കേണ്ടത് പറഞ്ഞു കൊടുത്ത് സിഗ്നലിലുള്ള നിയമങ്ങൾ പറഞ്ഞു കൊടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്ത്. മോനെ, പിന്നെ ഈ സൂറത്ത് ആലു ഇമ്രാൻ അത് ഞാൻ ഇപ്പോൾ ഒരു നമ്പർ തരാം, അവിടെ ഒരു നമ്പർ ഉണ്ടായിക്ക് വിളിച്ചു ചോദിച്ചാൽ മതി. റസൂലുള്ള പറഞ്ഞു, അല്ലാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങുന്നവർ ആരാണ്? ദുനിയാവിനെ കുറിച്ചവർ ആലിമുകളായിരിക്കും, ദീനിനെ കുറിച്ചവർ ജാഹിലുകളായിരിക്കും. നമ്മളെ കുറിച്ചാകരുത്. ഭർത്താവ് പഠിക്കുന്നുണ്ടല്ലോ, ഭർത്താവ് ലേണിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ടല്ലോ, ഭർത്താവ് ദീനി കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ഭർത്താവ് പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഭർത്താവ് തിന്നുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തൽക്കാലം 4 ദിവസം തിന്നുന്നില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറയോ?
ഇല്ല. ചിലപ്പോൾ ഭർത്താവിനേക്കാൾ കൂടുതൽ എന്താവും നമ്മളായിരിക്കും തിന്നുക, അല്ലേ? അങ്ങനെയാകരുത്. എല്ലാം നമ്മൾ ചെയ്യുന്നത് പോലെ അക്കാര്യത്തിൽ ഞാൻ ചുരുക്കുകയാണ്, അവസാനിപ്പിക്കുന്നു. 2-3 കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ലഘുമായ വിചാരണ. ആദ്യത്തെ വിചാരണയിൽ പതറാതിരിക്കാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അമലിൻ്റെ കാര്യത്തിൽ ആദ്യം ഏതാണ് ചോദിക്കുക? അമലിൻ്റെ ആദ്യം ഖബറിന്ന് എഴുന്നേറ്റ് വരുന്നത് ആരാണ്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി വിശ്വാസമാണ് ചോദിക്കുക. അവിടെ നമുക്ക് ഉത്തരം പറയണം, പഠിച്ചോനെ ഞാൻ അള്ളാഹിനെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ. നിസ്കാരം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ പതറാൻ പാടില്ല. അത് നിങ്ങൾ നന്നാക്കിയാൽ എല്ലാം ശരിയായി. സഹോദരിമാരെ നിങ്ങളും ശ്രദ്ധിക്കുക, ഭർത്താക്കന്മാരെ നമ്മളും ശ്രദ്ധിക്കുക. നാട്ടിൽ പെട്ടിയൊക്കെ കെട്ടി ഇവിടുന്ന് പോവുകയാണ്. കെട്ടിയൊക്കെ കെട്ടി ഇവിടുന്ന് പോയി പിന്നെ എയർപോർട്ടിലെത്തി. അസർ അങ്ങനെ എയർപോർട്ടിലേക്ക് അങ്ങനെ പോണ ബൈക്കായി പോയി. അസർ കഴിഞ്ഞ് മഗ്‌രിബിന് എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ നമ്മൾ സമാധാനമായി. ഈ ചെക്കിംഗ് ഒന്നും കഴിഞ്ഞാൽ സമാധാനമായി. ചെക്കിങ് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ളത് കഴിഞ്ഞാൽ സമാധാനമായി. ആ സ്ക്രീനിങ് കൂടെ കഴിഞ്ഞാൽ സമാധാനമായി. ഫ്ലൈറ്റ് വന്നാൽ സമാധാനമായി. എന്നിട്ട് സമാധാനമായിട്ടില്ല. വീണ്ടും പറഞ്ഞു ഫ്ലൈറ്റ് കയറിയ ഒരു സമാധാനമാകാൻ. ഇതെന്താ പോകാത്തത്? ഫ്ലൈറ്റ് പോണില്ലല്ലോ. പോകാൻ തുടങ്ങി. സമാധാനമായി. ഇനി ഒന്ന് എത്തിക്കിട്ടിയാൽ മതിയാണ്. സമാധാനമായി. അങ്ങനെ 7:45 കരിപ്പൂർ എയർപോർട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോ നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്, അല്ലേ? ഇറങ്ങണീൻ്റെ തൊട്ട് മുമ്പ് വിമാനത്തിൻ്റെ ഒരു ഭാഗത്തുനിന്നൊരു ശബ്ദം, എയറോസ്റ്റസ് പ്രത്യേക സിഗ്നൽ തന്നു. അപ്പോഴാണ് ഓർമ്മ, ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല, ഞാൻ ഇശ നിസ്കരിച്ചിട്ടില്ല, ഞാൻ സുബഹി നിസ്കരിച്ചിട്ടില്ല. സുഹൃത്തേ, അങ്ങനത്തെ ഒരു ഘട്ടത്തിലോർത്താൽ എനിക്കും നിങ്ങൾക്കും എന്താണ് ചെയ്യാൻ കഴിയുക? അവിടെയൊക്കെ അപ്പോൾ നമ്മൾ ഓർക്കണ, വീട്ടുകാരോട് പറയേ 5 മണിക്ക് തിന്നതാ, ഒന്നും തിന്നിട്ടില്ല, അതിൻ്റെ ഇടക്ക് നിസ്കരിച്ചിട്ടില്ല എന്ന് നമ്മൾ ആർക്കും പറയേണ്ടി വരില്ല, അല്ലേ? പറയേണ്ടി വരരുത്. അത് കൃത്യമായി ചെയ്യണം. ത്രാസിൽ ഘനം തൂങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലത്തെൻ്റെ ഉമ്മത്ത് തടിച്ചു കൊഴുത്ത നല്ല കൊഴുപ്പുള്ളവരായിരിക്കും എന്നാണ് പ്രയോഗിച്ചത്. എൻ്റെ ഉമ്മത്ത് അവസാന കാലത്തുമ്പോൾ തടിയും കൊഴുപ്പൊക്കെ ഉണ്ടോ? നിങ്ങളെയൊക്കെ കണ്ട ഏകദേശം റസൂലുള്ള പറഞ്ഞത് ശരിയാന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലായി, പ്രത്യേകിച്ച് ഗൾഫിലും കൂടെ നിൽക്കുമ്പോൾ അല്ലേ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യൻ കടന്നു വരും, അവനെ തൂക്കുവാൻ അള്ളാഹു പാറ്റച്ചിറകാണ് ഉപയോഗിക്കുക. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്, യൗമൽ ഖിയാമ ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഊല, ഒരു പാറ്റയുടെ ചിറകാവനെ തൂക്കുക. അള്ളാഹുവിനോട് ചോദിക്കും, പടച്ചോനെ ഇത്ര 19 കിലോ ഉള്ള ഞാൻ വന്നിട്ട് എനിക്ക് പകരം ഒരു പാറ്റച്ചിറകാണല്ലോ അപ്പുറത്തെ തട്ടിൽ വെച്ചിക്കണേ. പടച്ചോൻ പറയും, തടിയുള്ള അത്ര അമല് പാറ്റച്ചിറകിൻ്റെ അത്രയുള്ള, അപ്പം അതിനുള്ളത് വെച്ചാൽ മതിയല്ലോ എന്നാണ്. സുഹൃത്തേ, ഘനം തൂങ്ങാൻ നമ്മുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രഷർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈമാൻ ചെക്ക് ചെയ്യണം. എൻ്റെ ഈമാനിന് എനിക്കാണ് ചെക്ക് ചെയ്യാൻ കഴിയുക. ഈമാൻ കൂടിയോ കുറഞ്ഞോ? ഈമാനിന് കുറച്ചൊരു കുറവുണ്ടെന്നാണ് തോന്നണല്ലേ? ഈമാൻ ശരിയാട്ടോ, രാവിലെ സുബൈക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിലേ എഴുന്നേക്കണുള്ളൂ. വെള്ളിയാഴ്ചത്തെ കാര്യം പോക്കാണ്. ഒരൊറ്റ ഉറക്കുറങ്ങിയാൽ അപ്പോൾ വെള്ളിയാഴ്ച സുബഹിസ്കരിക്കണില്ല, ബാക്കിയുള്ള ദിവസമൊക്കെ സുബഹിസ്കരിക്കണ്ട. അപ്പം എന്താ? ഡ്യൂട്ടി നിസ്കാരമാണ്. പരലോകത്തേക്കുള്ള ഡ്യൂട്ടി നിസ്കാരമല്ല, ഇവിടേക്കുള്ള ഡ്യൂട്ടി നിസ്കാരം. അതല്ലാതെ ആക്കാൻ എനിക്കും നിങ്ങൾക്കും ശ്രമിക്കുക. ക്ലാസ്സിൽ ഘനം തൂങ്ങണം, വിശ്വാസിയാകണം, നിഷേധിയാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് അമലുകൾ കാണിച്ചു തരുന്നൊരു എക്സിബിഷൻ ഉണ്ട്. അവിടെ ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ അമല് സ്വതക്ക ചെയ്തത്, നിസ്കരിച്ചത്, ഹാൻഡിക്രാഫ്റ്റ്സ്, നമ്മളുടെ കൈയുടെ പ്രവൃത്തി ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിങ്ങനെ കാണുക, ഇത് എൻ്റെ അമലാണല്ലോ, എൻ്റെ സ്വതക്കയാണല്ലോ, എൻ്റെ നിസ്കാരം, എൻ്റെ സുന്നത്ത് നോമ്പ്, എൻ്റെ സുന്നത്ത് നിസ്കാരം, അങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവും. ആ ഭർത്താവ് ചിലപ്പോൾ ഇങ്ങനെ മുന്നിൽ പോകുന്നുണ്ടാവും, എൻ്റേത് ഭാര്യ, എൻ്റെതൊന്നും ഇവിടെ എവിടെയും തിരഞ്ഞിട്ട് കാണാനല്ലോ കേട്ടോ, ഞാൻ അങ്ങനെ ഫ്ലാറ്റിൽ ഇരുന്നുകൊണ്ടായിരിക്കും, ഇവിടെ എവിടെ ഇല്ല. നേരെ തിരിച്ചുമാകരുത്. ഭാര്യയെല്ലാം കണ്ടുകൊണ്ടങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഓരോ പ്രവർത്തനങ്ങൾ അവിടെ കാണിക്കപ്പെടുകയാണ്. ഭാര്യ അമലുകൾ കണ്ട സന്തോഷത്തിൽ ഞാൻ പോവുകയാണ്, മുന്നോട്ട് ഇങ്ങനെ പോവുക. ഞാൻ ചെയ്തത്, അള്ളാഹ് ഞാൻ സുന്നത്ത് നിസ്കരിച്ച്, ഞാൻ സ്വതക്ക ചെയ്ത്, റബ്ബേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയത്, പോറ്റിയത് ഒക്കെ കടന്നു. ഭാര്യനോട് എവിടെ? ഞാൻ അതൊക്കെ കണ്ടു. ഞാൻ അങ്ങനെ തിരഞ്ഞു നോക്കണം, ഒന്നും കാണാനില്ല. അതല്ലേ, അതാകാതിരിക്കാൻ നമുക്കൊന്നിച്ച് കാണാൻ, നമുക്കൊന്നിച്ച് തുലനം ചെയ്യാൻ. പ്രിയപ്പെട്ട കുട്ടികളെ, വലുതാകണം. നമുക്ക് വാപ്പൻ്റെ പോലെ ആകണം എന്ന് ആഗ്രഹമല്ലേ? ഉമ്മൻ്റെ പോലെ ആകണം, ഉയരണ്ടാകണം, വലിപ്പുണ്ടാകണം. വാപ്പ ഞാൻ കാക്കാൻ്റെ അത്ര വലുതാവും, ഞാൻ ഈ കാക്കാൻ്റെ അത്രയാവും, ഞാൻ താത്താൻ്റെ അത്രയാവും. അങ്ങനെ ആകണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമാ യദ്ഖുലുൽ കിബാറു അലാ സൂറത്തി അബീഹിം ആദം. ഓരോരുത്തരും ആദമിൻ്റെ രൂപത്തിലായിരിക്കും അവിടെ നമ്മൾ പുനർജനിക്കുക.
നല്ല വലിപ്പം ഉണ്ടാവും, നല്ല ഉയരണ്ടാവും. കൂട്ടുകാരാ, കല്യാണം നിശ്ചയിച്ച് നാട്ടിൽ നിന്ന് പോന്നതാണ്, കല്യാണ കത്തുമായി നാട്ടിലേക്ക് ചെല്ലുകയാണ്. ബൈക്കിൽ കല്യാണം പറയാൻ ഇങ്ങനെ നടക്കുകയാണ്. കല്യാണത്തിന്റെ തലേ ദിവസം കൂട്ടുകാരൻ അപകടത്തിലതാ മരിക്കുകയാണ്. കല്യാണത്തിൽ പങ്കെടുക്കാൻ കല്യാണം കഴിയാത്ത കൂട്ടുകാരനെ കുറിച്ച് വേവലാതിപ്പെടുന്ന പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, സോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു യതസവ്വജു ബിഹൂറിൽ ഐൻ. അവന്റെ സുമുഖിയും സുന്ദരിയുമായ ഹൂറുൽ ഐനായിരിക്കും അവന്റെ സഖിയായി വരുന്നത്. മകന്റെ കല്യാണം എവിടെ അറിയോ? നമ്മളെ ചീഞ്ഞ ഓഡിറ്റോറിയത്തിലൊന്നല്ല, പളുങ്ക് കൊട്ടാരത്തിൽ വെച്ച് ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണാവുന്ന, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പ്രകാശപൂരിതമായി കാണാവുന്ന വലിയ സ്വർഗത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തൻ്റെ മകന്റെ കല്യാണം നടക്കും. അവിടെ ആരാണോ സഖി, ഹൂറുൽ ഐനായിരിക്കും അവന്റെ പുതിയ പെണ്ണ്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ പോയവർ, ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി മരിച്ചു, ഗർഭസ്ഥ ശിശുവായിരിക്കെ രണ്ടാമത്തതും മലസിപ്പോയി, മൂന്നാമത്തെ കുട്ടിയും അബോർഷനായി. റബ്ബിനോട് തുണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മകനെ കാണാൻ, ഒരു മോളെ കാണാൻ കൺകുളിർക്കെ കാത്തുകിടക്കുന്ന ഉമ്മ, കാത്തുകിടക്കുന്ന ഉപ്പ. റസൂലുള്ള യാത്ര പോവുകയാണ്. കുറേ കുട്ടികളെ കാണുന്നു, കുറേ കുഞ്ഞുങ്ങളിങ്ങനെ കളിക്കുകയാണ്. നടുവിൽ ഒരാളുണ്ട്, ഒരു ഉപ്പയുണ്ട്. റസൂലുള്ള ചോദിച്ചു, ആരാണ് ആ കുട്ടികൾ? ലോകം കാണാതെ ജീവൻ ലോകത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഗർഭസ്ഥവസ്ഥയിൽ മരിച്ചുപോയ കൊച്ചുകുട്ടികളുടെ ആത്മാക്കളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ള ചോദിച്ചു, ഒരു ഉപ്പയുണ്ടല്ലോ ആ നടുവിൽ, അതാരാണ്? അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അബോർഷനായി പോയ നമ്മളുടെ കുഞ്ഞോമനയുടെ ആത്മാവ്, നമുക്ക് നഷ്ടപ്പെട്ട നമ്മളുടെ കൊച്ചുകുട്ടിയുടെ ആത്മാവ് നമ്മളുടെ മുറ്റത്തും നമ്മളെ വില്ലൻ്റെ മുമ്പിലും ഈ ചൂടും തണുപ്പൊന്നും കിട്ടുന്നില്ലുള്ളൂ. ആ പിതാവായ ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ അവിടെ ആ മടിത്തട്ടിൽ കളിക്കുകയാണ്. നമ്മൾ നിരാശനാണോ? വേണ്ട, അതിലും നമുക്ക് ആത്മാർത്ഥതയും നമുക്ക് ഗുണവും ലഭിക്കുന്നു. ദീർഘദൂരമായ ഭയാനകമായ യാത്ര അവസാനിക്കുകയാണ്. ആ ഭയാനകമായ യാത്രയിൽ നമുക്ക് മോചിതമാകാൻ സാധിക്കണം. അവസാനം ഒരുപാട് പാലം നമ്മൾ കടന്നു, ഒരു പാലം നാട്ടിൽ നിന്ന് പോന്നു. നാട്ടിൽ നിന്ന് ഇവിടെ ഓഫീസ് ബോയ് ആയിട്ടാണ് ചിലപ്പോൾ കയറിയത്. അങ്ങനെ ഓഫീസ് ബോയ്, പിന്നെ അവിടെ ക്ലർക്കായി, പിന്നെ അവിടെ നിന്നായി, അങ്ങനെ ഒരുപാട് പാലം കടന്നു. ഡ്രൈവിംഗ് ലൈസൻസിന് പോയി, എച്ചിട്ടു, എല്ലിട്ടു, ടീട്ടു, ഒക്കെയായി, ഒക്കെ കഴിഞ്ഞ് ഒക്കെ കിട്ടി. ഒരുപാട് പാലങ്ങൾ കടന്നു, ഒരുപാട് ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തു, അതിലൊക്കെ വിജയിച്ചു. അവസാനം കടക്കേണ്ടുന്നൊരു പാലമുണ്ട്. ഒരുപാട് പക്ഷികൾ, കഴുകന്മാർ നമ്മളെ റാഞ്ചാൻ നിൽക്കുന്ന, ഒരുപാട് നായക്കൾ കടിക്കാൻ നിൽക്കുന്ന ആ ഒരു പാലം എനിക്കും നിങ്ങൾക്കും കടന്നു പോകണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പാലത്തിലൂടെ ഒരു മാനിൻ്റെ സ്പീഡിൽ കടന്നു പോകുന്നവരുണ്ട്, ഒരു പക്ഷിയുടെ സ്പീഡിൽ കടന്നു പോകുന്നുണ്ട്, ഒരു പ്രകാശത്തിൻ്റെ സ്പീഡിൽ വേഗത്തിൽ കടന്നു പോകുന്നവരുണ്ട്, ഒരു കാറ്റുപോലെ പോകുന്നവരുണ്ട്, നക്ഷത്രത്തിൻ്റെ വെളിച്ചം പോകുന്നത് പോലെ പോകുന്നവരുണ്ട്, ഞെരങ്ങിപ്പോകുന്നവരുണ്ട്, നെഞ്ചുകൊണ്ടും വയറുകൊണ്ടും നിരങ്ങുന്നവരുണ്ട്. സുഹൃത്തെ, ഏതുപോലെയാകണം? റസൂലുള്ള അവിടെ വെച്ച് പ്രാർത്ഥിക്കും. നമ്മളിങ്ങനെ ആ പാലം കിടക്കുമ്പോൾ മുത്തുനബി പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. പഠിച്ചോനെ, ദുബായിൽ വെച്ചൊക്കെ അത്രയൊക്കെ കണ്ണിനെ നിയന്ത്രിച്ച് അള്ളാൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് ഇസ്ലാമിക വേഷം ധരിച്ച് അള്ളാനെ ഓർത്ത് ലാ തൻസാ ദിക്റല്ലാഹ് എന്ന ബോർഡ് കാണുമ്പോൾ വീണ്ടും കാറിൽ യാത്ര ചെയ്യുമ്പോൾ എ സിയിൽ ഇരുന്നു കൊണ്ട് ഓർത്ത് ആ മനുഷ്യൻ കടന്നു വരുന്നു. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. പഠിച്ചോനെ രക്ഷപ്പെടുത്ത്, പഠിച്ചോനെ രക്ഷപ്പെടുത്ത്, പഠിച്ചോനെ രക്ഷപ്പെടുത്ത്. മുത്തുനബി, എനിക്കും നിങ്ങൾക്കും ആ കഴുകന്മാർക്കിടയിൽ രക്ഷപ്പെടാൻ വേണ്ടി, ചെന്നായ്ക്കൾക്കിടയിൽ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. നല്ലവരാവുക, നല്ല കുട്ടികളാവുക, നല്ല സ്വഭാവമുള്ളവരാവുക, ഖുർആൻ ഓതുന്നവരാണ്. നമ്മളെയൊക്കെ വില്ലയിലും നമ്മളെയൊക്കെ വീട്ടിലും നമ്മളെയൊക്കെ റൂമിലേക്കും കടന്നു വരുമ്പോൾ ഒരു വായിക്കാനുള്ള ഒരു തോന്നൽ, ചെറിയ ഒരു ടേബിൾ മതി. ആ ടേബിളിൽ 2-3 പുസ്തകം, ഒരു തഫ്സീർ, ഒരു ഖുർആൻ ഹദീസിൻ്റെ ഒരു സമാഹാരം, ഒരു ഖുർആൻ. ഇത് എന്തിനറിയോ? വരുമ്പോൾ തന്നെ ഒരാൾ വെറുതെ വന്നിരിക്കുമ്പോൾ അയാൾക്ക് ഒന്നെടുത്ത് വായിക്കാൻ. ഇത് നമ്മളെയൊക്കെ റൂമിൽ ഒരാൾ വന്നാൽ 3 റിമോട്ട് ഉണ്ട്, ഒന്ന് ഉമ്മാൻ്റെ, ഒന്ന് വാപ്പാൻ്റെ, ഒന്ന് മോൻ്റെ, 3 ആൾ നെക്കിയിട്ട് ടി വി തന്നെ നിർത്തി വെച്ചിരിക്കണ ഏർപ്പാട്. ഇതൊന്നും തീരുമാനമാകട്ടെ എഴുതിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ വീട്ടിൽ വന്നാൽ പിന്നെ അങ്ങനെ തോന്നില്ല, മറിച്ച് കുറേ ഗ്രന്ഥങ്ങൾ, അതേതാ ഗ്രന്ഥം, ഇതേതാ പുസ്തകം, അതേതാ CD. അപ്പോൾ എന്ത് ചെയ്യും? ഒരു വിജ്ഞാനത്തിൻ്റെ രംഗത്തേക്ക് നമ്മുടെ ചർച്ച കടന്നു പോകും. അങ്ങനെ വിജ്ഞാനത്തെ സ്നേഹിക്കുന്ന അറിവ്, ഇവിടെ നിന്ന് സമ്പാദ്യം നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ നാട്ടിൽ നിന്ന് ചെന്നിറങ്ങുമ്പോൾ ആ എയർപോർട്ടിൽ നിന്ന് വണ്ടി കയറിയിട്ടുമ്പോൾ ഒന്ന് കൂട്ടി വെക്കുക. കാൽക്കുലേറ്ററും അങ്ങനെ കൂട്ടിയാൽ
അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ കാര്യമായി ഒന്നും ഉണ്ടാവില്ല. പടച്ചോൻ അങ്ങനെ തരിക, നമ്മളതിൽ വിഷമിക്കൊന്നുമല്ല, അത്രയേ ഉള്ളൂ. നമുക്ക് അവകാശപ്പെട്ടത് അള്ളാഹ് നമുക്ക് തരും. പിന്നെ നമുക്ക് ചിന്തിക്കാം, എന്തായാലും ഇൽമുണ്ടല്ലോ, ഖുർആൻ ഞാൻ കുറേയൊക്കെ മനപ്പാടാക്കിയിട്ടുണ്ടല്ലോ, ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ, കുറേ ഹദീസ് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഓതുക, പാരായണം ചെയ്യുക, അമലുണ്ടാവുക. അതുമായി നമുക്ക് നാളെ പരലോകത്ത് നമുക്ക് കടന്നു ചെല്ലാം, നമുക്ക് എത്തിപ്പെടാം. നമ്മളുടെ കുടുംബത്തെ അള്ളാഹു നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. റബ്ബേ എന്ന് വിളിക്കുക, റബ്ബേ എന്ന് വിളിക്കുക. ചില റൂമുകളിലൊക്കെ ചെല്ലുമ്പോൾ ബാത്റൂമിലേക്ക് പോകുന്ന പ്രാർത്ഥന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, രാവിലെ എഴുന്നേൽക്കുന്ന പ്രാർത്ഥന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നായിവ് സൂക്കിലെ കൂട്ടുകാർ അവിടെ ക്ലാസ്സിന് വന്നപ്പോൾ അങ്ങാടിയിൽ പ്രവേശിക്കുന്ന പ്രാർത്ഥന അവർക്ക് ഉസ്താദ് എഴുതി കൊടുക്കാൻ വേണ്ടി ചോക്കെടുത്തപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, അയ്യ ഞങ്ങളെ മാർക്കറ്റിൽ തന്നെ വലിയൊരു ബോർഡിൽ എഴുതി വെച്ചിരിക്കണം, ഞങ്ങൾക്കൊക്കെ മനപ്പാടാൻ അല്ലേ. നോക്കൂ നിങ്ങൾ, അവർ 12 മണിക്കാണ് ക്ലാസ്സിന് വരുന്നത്, എന്നിട്ടും ഓരോക്കെ പഠിച്ചിട്ടുണ്ട്, ഓരോന്നൊക്കെ ഇതുപോലെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒക്കെ ഓർമ്മിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയായി നാളെ ഇവിടെ നിന്ന് തന്നെ ഇന്നിപ്പോൾ അബുദാബിയിലുള്ളൊരു സഹോദരൻ, ഒരു കടവത്തൂരുള്ളൊരു സഹോദരൻ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം കുടുംബസമേതം താമസിക്കാൻ അള്ളാഹു ആ മനുഷ്യന് അള്ളാഹു സ്വർഗ്ഗ പൂങ്കാവനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ പല രോഗം ബാധിച്ചവരുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും വലിയ രോഗിയായിക്കൊണ്ടാണ് അവസാനം ലോകത്തോട് വിട പറഞ്ഞത്. ആ ഒരു രോഗം അനുഭവിക്കുന്ന മുത്തുനബിയോട് ചോദിച്ചു, റസൂലേ നിങ്ങൾക്ക് വേദന ഉണ്ടോ? മുത്തുനബി പറഞ്ഞു, നിങ്ങൾക്കൊക്കെ വെളിച്ചത്ത് തരാൻ വേണ്ടി അള്ളാഹ് എന്നെ തിരഞ്ഞെടുത്ത് അയച്ച ഈ അമീനായ നല്ല മനുഷ്യനായ, ഒരു തെറ്റും ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മുത്തുനബി പറയാണ്, ഞങ്ങൾ 2 ആൾ അനുഭവിക്കുന്ന വേദന ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ആ വേദന നമുക്കും ചിലപ്പോൾ അനുഭവിക്കുമ്പോൾ അള്ളാഹ് നമുക്ക് ആ ഒരു സ്ഥാനം അങ്ങോട്ടെത്തിയില്ലെങ്കിലും സ്വർഗത്തിൽ ആ ഫിർദൗസിൻ്റെ തൊട്ട് താഴെ നമുക്ക് തരാതിരിക്കോ? അതുകൊണ്ട് എല്ലാം ഗുണത്തിനാണ്, എല്ലാം നന്മക്കു വേണ്ടിയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.
أعوذ بالله من الشيطان الرجيم إن الذين يكفرون بآيات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم أولئك الذين حبطت أعمالهم في الدنيا والآخرة وما لهم من ناصرين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അർഹമർ റഹീമീനായ നാഥൻ നേരിൻ്റെ പാതയിലൂടെയുള്ള മുന്നേറ്റം എന്നും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമിൻ്റെ ജീവിതത്തിൽ മുഴുവനും നിരന്തരമായി അവൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നേരിൻ്റെ പാതയിൽ നിന്ന് തെറ്റിപ്പോകാൻ ഇടവരാതെ സജ്ജനങ്ങളുടെ പാതയിൽ നീ ഞങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണേ എന്നതാണ്. ദിനേന നമ്മുടെ നമസ്കാരങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹയിൽ വളരെ പ്രാധാന്യപൂർവം നാം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന അപേക്ഷയാണ്. മുസ്തഖീമായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ. ഏതാണ് ആ മുസ്തഖീമായ വഴി? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണത്. നിന്റെ അനുഗ്രഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളുടെ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ കോപത്തിന് വിധേയരായവരുടെയോ വഴിപിഴച്ചുപോയവരുടെയോ പാതയിലല്ല, മഹാന്മാര് നടന്ന പാതയിലൂടെ, സജ്ജന പാതയിലൂടെ മുന്നേറിക്കൊണ്ട് ആ പാതയിൽ നീ ഞങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ പൊരുളും അതിൻ്റെ ആശയവും അതാണ്. നമുക്കറിയാം സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് വിശദീകരിച്ചതുപോലെ അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അല്ലാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ, അതുപോലെ തന്നെ സത്യസന്ധരായ ആളുകൾ, സിദ്ദീഖുകൾ, ദീനിന്റെ പാതയിൽ രക്തം ചിന്തിക്കൊണ്ട് വീരമൃത്യു വരിച്ച ശുഹദാക്കൾ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങളുടെ ആശയത്തെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തിക്കൊണ്ട് സച്ചരിതരായി ജീവിച്ച സജ്ജനങ്ങൾ, സ്വാലിഹീങ്ങൾ, സദ്വൃത്തന്മാർ, ഇവരാണ് അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ. ആ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ കൂടെ ഉടനെ തന്നെ നമ്മൾ അല്ലാഹുവിനോട് മോചനം തേടുകയാണ്, കാവൽ ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, കോപിക്കപ്പെട്ട ജനങ്ങളുടെ വഴിയിൽ നിന്ന് ഈ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ആരാണ് ഈ മഗ്ദൂബി അലൈഹിം? യഹൂദികളാണവർ, ജൂതന്മാരാണവർ. ലോകത്ത് മുസ്ലിമീങ്ങൾ ദിവസേന നിർബന്ധമായും സൂറത്തുൽ ഫാത്തിഹയിലൂടെ ജൂതന്മാരുടേതായ ചതികളിൽ നിന്ന്, വഴികളിൽ നിന്ന്, അവരുടേതായ ആ പ്രത്യേകമായ സ്വഭാവങ്ങളിൽ നിന്ന്, വിശ്വാസങ്ങളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുകൊള്ളണേ, നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന്
നിരന്തരമായി പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമുദായം. എന്തായിരുന്നു അവരുടെ തകരാറ്? എന്തുകൊണ്ടാണ് അവർ മഗ്ദൂബീങ്ങളായത്? അവർക്ക് അല്ലാഹുവിങ്കൽ നിന്നുള്ള കോപം ലഭിക്കാൻ കാരണമായത് എന്താണ്? വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പല സ്ഥലത്തും ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. വബാഊ ബിഗദബിൻ മിനല്ലാഹി വദുരിബത് അലൈഹിമുൽ മസ്കന ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാതില്ലാഹി വയഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. വബാഊ ബിഗദബിൻ മിനല്ലാഹി, അവര് അള്ളാന്റെ അടുക്കൽ നിന്നുള്ള കോപവും കൊണ്ട് മടങ്ങി. ഇസ്രായേൽ മക്കളെയാണ് ഈ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്നും ഒരു രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. മഹാനായ ഒരു പ്രവാചകന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് ആ സമുദായം അറിയപ്പെടുന്നു. ബനൂ ഇസ്രായേൽ എന്നാണല്ലോ ഇവരറിയപ്പെടുന്നത്. ഇസ്രായേൽ സന്തതികൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ എന്നറിയപ്പെടാനുള്ള കാരണം മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ വിവിധ പേരുകളിൽപ്പെട്ട ഒരു പേരായിരുന്നു ഇസ്രായേൽ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഒരു പേരാണ് ഇസ്രായേൽ. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളാണ് ഉണ്ടായിരുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം അടക്കം 12 മക്കളുണ്ടായിരുന്നു യാക്കൂബ് നബി അലൈഹിസ്സലാമിന്. ആ 12 മക്കളും പിന്നീട് 12 ഗോത്രങ്ങളും പരമ്പരകളും കബീലകളും ഒക്കെ ആയിക്കൊണ്ട് ലോകത്ത് പെറ്റുപെരുകി വളർന്നതുകൊണ്ട് ആ അടിസ്ഥാനപരമായി മടങ്ങുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന ഇസ്രായേൽ എന്ന പ്രത്യേകമായ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ആ പ്രവാചകനിലേക്ക് ചേർത്തുകൊണ്ട് ഈ സന്താന പരമ്പരകളെ മുഴുവനുമായി ബനൂ ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ, ഇസ്രായേൽ മക്കൾ എന്ന് ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് ആയത്തുകളിൽ സംസാരിക്കുന്നു. നമുക്ക് കാണാം ഖുർആനിലൂടെ യാ ബനീ ഇസ്രായേൽ, ഓ ഇസ്രായേൽ മക്കളെ, ഓ ഇസ്രായേൽ സന്തതികളെ എന്നിങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ധാരാളക്കണക്കിന് ആയത്തുകൾ ഖുർആനിൽ കാണാം. എന്തുമാത്രം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ഒരു വിഭാഗമാണ്. അല്ലാഹുവിങ്കൽ നിന്ന് ഒരുപാട് നിഅമത്തുകളാണ് അവർക്ക് കിട്ടിയത്. അതവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ അവരെ അഭിസംബോധന ആരംഭിച്ചത് തന്നെ. യാ ബനീ ഇസ്രായേൽ ഉദ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഅന്നീ ഫദ്ദൽതുകും അലൽ ആലമീൻ. ഓ ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറൂ, നിങ്ങൾ ഓർക്കുവീൻ, നിങ്ങളൊന്ന് ചിന്തിക്കുവീൻ, നിങ്ങളൊന്ന് ഓർത്തു നോക്കുവീൻ. നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ എത്രയാണെന്ന്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. വഅന്നീ ഫദ്ദൽതുകും അലൽ ആലമീൻ, ലോകത്തുള്ള മറ്റ് സമുദായങ്ങളെക്കാളെല്ലാം ഞാൻ നിങ്ങളെ ശ്രേഷ്ഠപ്പെടുത്തിയവനല്ലയോ എന്നിങ്ങനെ ആ വർഗത്തോട്, ആ സമൂഹത്തോട് അല്ലാഹു റബ്ബുൽ ആലമീൻ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോക ചരിത്രം അന്ന് മുതൽ ഇന്ന് വരെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കൊട്ടക്കണക്കിന് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും കണ്ണിന്റെ മുമ്പിൽ വെച്ച് ധാരാളം വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടും ലോകത്ത് ഇത്രമാത്രം ധിക്കാരികളായ ഒരു വർഗം, ഇത്രമാത്രം അനുസരണക്കേടിന്റെ ഒരു വർഗം, ഇത്രമാത്രം ചതിയന്മാരായ ഒരു വർഗം, ഇത്രമാത്രം വഞ്ചകന്മാരായ ഒരു വിഭാഗം വേറെ കാണാനാവില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് നോക്കൂ, അവർക്ക് അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് കണ്ടത്. ഫറോവയുടേതായ അടിമത്തത്തിൻ കീഴിൽ ഏറ്റവും വലിയ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന കാലത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കപ്പെട്ടു. ഫിർഔനിന്റേതായ മർദ്ദനത്തിൽ നിന്ന് ചെങ്കടൽ പിളരുക എന്ന അത്ഭുതം കണ്ട് രക്ഷപ്പെട്ടവരാണ് ഇസ്രായേൽ മക്കൾ. നമ്മൾ കേട്ടിട്ടേയുള്ളൂ, ചെങ്കടൽ പിളരുക എന്നത് കേട്ടിട്ടേയുള്ളൂ.
കടൽ പിളർന്നത് നമ്മളാരും കണ്ടവരല്ല. എന്നിട്ട് പോലും അതെത്ര വലിയ ഒരു അത്ഭുത ദൃഷ്ടാന്തമായിട്ടാണ് ലോകം ഓർക്കുന്നത്. അതേ അവസരത്തിൽ അത് നേരിട്ട് കരയിൽ നിന്നുകൊണ്ട് കാണുകയാണ്. കടലിങ്ങനെ പിളരുന്നതും രണ്ട് ഭാഗത്തേക്ക് വെള്ളം തിണ്ണ പോലെ മാറി നിൽക്കുന്നതും, അതുപോലെ തന്നെ ഒരു ചുടുകാറ്റടിച്ചുകൊണ്ട് ചതുപ്പുനിലം ഇങ്ങനെ വറ്റി വരണ്ട്. ആ സമുദ്രത്തിലൂടെ ചെളിയിൽ കാലുകൾ ആഴ്ന്നു പോകാതെ നടന്നു പോകാൻ സൗകര്യപ്പെടുന്ന നിലക്ക് നിലം വറ്റി വരളുന്നതുമൊക്കെ നേരിട്ട് കാണുകയും ശത്രുവിനെ മുക്കിക്കൊല്ലുന്നത് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ചെയ്ത ആ വിഭാഗം അവിടെ എത്തിയപ്പോ, കരയിലേക്ക് രക്ഷപ്പെടുത്തപ്പെട്ടപ്പോ, പിന്നെയും അതിനേക്കാൾ ഉപരി വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ അവർക്ക് കാണാനും അവസരം കിട്ടിയിട്ടുണ്ട്. കടൽ പിളർന്നത് മാത്രമല്ല അവര് കണ്ടത്, ഈ ഇസ്രായേൽ സന്തതികളായ 12 വിഭാഗത്തിനും ദാഹിച്ചു വലഞ്ഞുകൊണ്ട് കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതായപ്പോ നേതാവായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർ പോയി പരാതിപ്പെട്ടല്ലോ, നേതാവേ വെള്ളമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലായ മൂസാ അലൈഹിസ്സലാം അള്ളാഹിനോട് വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു റബ്ബുൽ ആലമീൻ വഹി കൊടുത്തതെന്താണ്? അനിദ്രിബ് ബിഅസാകൽ ഹജറ ഫൻഫജറത് മിൻഹു ഇസ്നതാ അശറത ഐനാ ഖദ് അലിമ കുല്ലു നാസിൻ മശ്റബഹും. അതാ 12 ഗോത്രത്തിനും കുടിക്കാൻ സൗകര്യപ്പെടുന്ന നിലക്ക്, അവര് തമ്മിൽ ഒരു കശപശ ഉണ്ടാകരുതെന്ന നിലക്ക് പാറക്കല്ലിൽ അടിക്കൂ മൂസാ. മൂസാ നബി അലൈഹിസ്സലാം പാറക്കല്ലിൽ അടിക്കുന്നു. ആ പാറക്കല്ലിൽ നിന്ന് 12 അരുവികൾ പൊട്ടുന്നു. ഖദ് അലിമ കുല്ലു നാസിൻ മശ്റബഹും. 12 ഗോത്രത്തിനും ആളുകൾ പ്രത്യേകമായി തിക്കും തിരക്കും കൂട്ടാതെ ഏത് പ്രത്യേകമായ ജലധാരയിൽ നിന്ന് കുടിക്കണം എന്ന് അറിയിപ്പും നൽകുന്നു. ആ നിഅമത്തും അവര് കണ്ടു. പാറക്കല്ലിൽ അടിച്ചാ വെള്ളം പൊട്ടുമോ? ആ അനുഗ്രഹവും അവര് കാണുകയാണ്. ഒരു നീരുറവയല്ല ഉണ്ടാകുന്നത്. അവര് 12 ഗോത്രങ്ങളുണ്ട്. 12 വിഭാഗത്തിനും പറ്റുന്ന നിലക്ക് അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞു കൊടുക്കുകയാണ്. ഒരേ പാറക്കല്ലിൽ നിന്ന് 12 അരുവികളാണ് പൊട്ടിയൊഴുകുന്നത്. ഈ ദൃഷ്ടാന്തവും അവര് കണ്ടു. വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ധാരാളക്കണക്കിന് ഭക്ഷണം കിട്ടി എന്ന് മാത്രമല്ല, അതും ആ മരുപ്പറമ്പിൽ ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ വെച്ച് വഅൻസൽനാ അലൈഹിമുൽ മന്ന വസ്സൽവാ, മന്നും സൽവയും ഇറക്കി കൊടുത്തു. അവർക്ക് കയ്യെത്തുന്ന ദൂരത്ത് പിടിക്കാവുന്ന നിലക്ക് പാറിക്കളിക്കുന്ന നല്ല രുചികരമായ മാംസമുള്ള ഒരു തരം പക്ഷികൾ. ആ പക്ഷികളെ എപ്പോൾ വേണമെങ്കിലും പിടിച്ച് അറുത്ത് വേവിച്ചവർക്ക് മാംസം കഴിക്കാം. അതുപോലെ തന്നെ രുചികരമായ ഒരു തരം കറ, നല്ല മധുരമുള്ള ഒരു തരം കറ, ഇങ്ങനെ മഞ്ഞുകണങ്ങളൊക്കെ പറ്റി ഇങ്ങനെ ഇലയിൽ കൂടി നിൽക്കുന്നത് പോലെ ആ തേരിനേക്കാൾ മധുരമുള്ള അത്തരത്തിലുള്ള ഒരു പാനീയവും ഇങ്ങനെ കുടിക്കാനും, അതുപോലെ തന്നെ പോഷകമൂല്യങ്ങളുള്ള നിലക്കുള്ള ഭക്ഷണങ്ങളും, ഇങ്ങനെ ഏതെല്ലാം അനുഗ്രഹങ്ങൾ. കയറി നിൽക്കാൻ ഒരു ഇടമില്ലല്ലോ മൂസ, വീടുകളില്ലല്ലോ ഇവിടെ. കാണുന്ന ആളുകൾക്കൊക്കെ കയറി നിൽക്കാൻ ഒരു ടെന്റ് ഇല്ലല്ലോ. പടച്ചതമ്പുരാൻ അപ്പോഴും അവർക്ക് അനുഗ്രഹം ചെയ്തു കൊടുത്തു. അവർ പോയി നിൽക്കുന്നിടത്ത്, അവർ വിശ്രമിക്കുന്നിടത്ത് അതാ ഗമാമിനെ അല്ലാഹു ഇറക്കി കൊടുക്കുന്നു. അഥവാ നല്ല തണൽ നൽകുന്ന നിലക്ക് മേഘക്കാറുകൾ, മേഘകൂടങ്ങൾ അവരുടെ മുമ്പിൽ അവരുടെ മുകളിൽ അങ്ങനെ കെട്ടി നിൽക്കുകയാണ്, വെയിൽ കൊള്ളാതിരിക്കാൻ. ഈ നിലക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ അല്ലാഹു പറഞ്ഞില്ലേ, അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തു തന്നിട്ടില്ലേ. ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾ ആ നിഅമത്തുകളൊക്കെ ഓർക്കാത്തതെന്ത്? ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര പുതുമയുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ എത്ര വലിയ അത്ഭുതമാണ്. പക്ഷേ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ണിന്റെ മുമ്പിൽ കണ്ടവരായ ആ വർഗം, അവരല്ലേ അള്ളാഹ്ക്ക് ഏറ്റവും അനുസരിക്കേണ്ടവർ, അവരല്ലേ അള്ളാഹിന്റെ മുമ്പിൽ എപ്പോഴും സുജൂദിൽ കിടക്കേണ്ടവർ, അവരല്ലേ അള്ളാഹിനോട് എന്നും നന്ദിയിൽ ജീവിക്കേണ്ടവർ. പക്ഷേ അവരുടെ സ്വഭാവം അള്ളാഹു പറയുന്നത് ബിമാ അസൗ വകാനൂ യഅ്തദൂൻ, അനുസരണക്കേട് എന്ന് പറയുന്നത് ജൂതന്റെ കൂടപ്പിറപ്പാണ്. വകാനൂ യഅ്തദൂന, ധിക്കാരം കാണിക്കുക എന്നതും അതുപോലെ തന്നെ അതിര് കവിയുക എന്നതും ജൂതന്റെ കൂടപ്പിറപ്പാണ്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഇന്നല്ലദീന യക്ഫുറൂന ബിആയാതില്ലാഹി വയഖ്തുലൂന അന്നബിയ്യീന ബിഗൈരി ഹഖ്ഖിൻ വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽഖിസ്തി മിനന്നാസ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം.
അള്ളാന്റെ സകല ദൃഷ്ടാന്തങ്ങളെയും അവർ നന്ദികേട് കാണിക്കുന്നു. ആയത്തുകളിൽ തിരിമറി നടത്തുന്നു, വേദപുസ്തകങ്ങളിൽ കൈക്രിയകൾ നടത്തുന്നു. ആ വേദം വിശദീകരിക്കാൻ വന്ന മഹാന്മാരായ അംബിയായിനെ വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായിട്ടവർ നബിമാരെ കൊല്ലുന്നു. ജൂത ഹോബിയാണ് എന്നും രക്തച്ചൊരിച്ചിൽ. ജൂതന്മാർക്കെന്നും അതൊരു ഹോബിയാണ്. ആരെയും അവർ വിട്ടിട്ടില്ല. എത്രയോ മഹാന്മാരായ പ്രവാചകന്മാരെ രക്തം അവരിങ്ങനെ ഇറ്റി വീഴുന്നത് കണ്ടവർ ആർത്ത് ചിരിച്ചിട്ടുണ്ട്. ശരീരത്തെ അരവരെ കുഴിയിൽ കുഴിച്ചു നിർത്തിയിട്ട് മൂർധാവിൽ നല്ല മൂർച്ചയുള്ള മിൻഷാർ വാളങ്ങിറക്കി വെച്ചിട്ട് അവിടെ നിന്നിങ്ങനെ മരം ഈർന്നു മുറിക്കും പോലെ മൂർധാവിൽ നിന്ന് കീറി മുറിച്ച് ശരീരം രണ്ട് പൊളിയാക്കി അങ്ങോട്ട് വീഴാൻ നേരത്ത് രക്തമിങ്ങനെ ചീറ്റുന്നത് കണ്ടിട്ട് ആനന്ദിച്ച് നൃത്തം ചവിട്ടിയ പാരമ്പര്യമാണ് ജൂതന്റെതെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രവാചകന്മാരെ മാത്രമല്ല, ലോകത്ത് സത്യത്തിന്റെ പാതയിൽ, സന്മാർഗത്തിന്റെ പാതയിൽ നീതിക്ക് വേണ്ടി ആരൊക്കെ പൊരുതുന്നുവോ അവരെ ഒക്കെ ആക്രമിച്ച പാരമ്പര്യമാണ്. ജനങ്ങളിൽ നിന്ന് നീതി കൊണ്ട് കൽപ്പിക്കുന്ന സർവ്വ ആളുകളെയും കൊന്നുകളയുന്ന, നിഷ്കരുണം വധിച്ചു കളയുന്ന ക്രൂരതയുടെ പര്യായങ്ങളായിരുന്നു ജൂതന്മാർ. ആ പാരമ്പര്യം അവരിൽ എന്നും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ മക്കയിൽ നിന്ന് പിന്നെ മദീനയിലേക്ക് ഹിജറ പോയി. മദീനയിലെത്തിയപ്പോ അവരുടെ വഞ്ചന അവർ പുറത്തെടുക്കുകയാണ്. റസൂലുള്ളാഹിനോട് പലപ്പോഴും നല്ല നിലക്ക് നിന്നു. എന്തിനാണ്? റസൂലുള്ളാഹിനെ കൊല്ലാനാണ്. ജൂതന്റെ രക്തത്തിൽ അലിഞ്ഞതാണ് നല്ലവരെ കൊല്ലല്ലെന്നത്. നല്ലവരെ കണ്ടുകൂടാ, ആരെയും കൊല്ലണം. മുഅ്മിനീങ്ങളെ കൊല്ലൽ ജൂതന്റെ അജണ്ടയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. ഖുർആൻ പറയുന്നത്, ഓ നബിയേ, ഏറ്റവും കൂടുതൽ ഈമാനുള്ള മനുഷ്യന്മാരോട് ശത്രുത ലോകത്തുള്ളത് ആർക്കാണെന്നോ? അൽ യഹൂദ്, ജൂതന്മാർക്കാണ് കേട്ടോ. ഖുർആൻ പറയാണ്, ഏറ്റവും കൂടുതൽ മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ ജൂതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനായ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി ജൂതന്മാര് മദീനയിൽ കളിച്ച കളി എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ ആദ്യഘട്ടത്തിൽ സ്നേഹം നടിച്ചു. റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ഒരു ജൂത സ്ത്രീ ഭക്ഷണത്തിന് വിളിച്ച ചരിത്രം നിങ്ങൾക്കറിയില്ലേ? ഭക്ഷണത്തിന് വിളിച്ചു എന്ന് മാത്രമല്ല, വിളിച്ചപ്പോ വലിയ സ്നേഹമുള്ള ആളുകളല്ലേ, ക്ഷണിക്കപ്പെട്ട ആളുകളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടമെന്ന്. ആ ചോദ്യം എന്തിനാ? നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടുകാരൻ നമ്മോട് ചോദിക്കാൻ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടം ചോദിച്ചാൽ നമ്മളോട് ഇഷ്ടത്തിന്റെ തെളിവാണത്, നമ്മോടുള്ള ഇഷ്ടത്തിന്റെ തെളിവാണത്. എന്തിനാത്? അവരേതെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്ക് പറ്റാറായാലോ? അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം ചോദിച്ചറിയുകയാണ്. ഇതേപോലെ അള്ളാന്റെ റസൂലിനോട് സ്നേഹം നടിക്കാൻ വേണ്ടി ജൂത സ്ത്രീ ഭക്ഷണത്തിന് വിളിച്ചപ്പോ ആദ്യമേ ചോദിച്ചറിഞ്ഞു, ഓ മുഹമ്മദേ, നിങ്ങൾക്ക് ഭക്ഷണത്തിൽ, മാംസത്തിൽ ഏത് ഭാഗത്തോടാണ് ഏറ്റവും പ്രിയം? കണ്ടോ ആ ചോദ്യം? സ്നേഹം നടിക്കുന്ന ജൂതൻ വഞ്ചനക്കാണ്, ചതി ചെയ്യാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടപ്പെട്ട ഭാഗം അറിയിച്ചു കൊടുത്തു. നബിയെയും സഹാബത്തിനെയും ഭക്ഷണത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വിഷം പുരട്ടിയ ഭക്ഷണമാണ് ഇരിക്കുന്നതെന്ന് അവിടുന്ന് അറിയുന്നില്ല. കൂടെയുണ്ടായിരുന്ന ബിശ്ർ റളിയല്ലാഹു തആല അൻഹു അതിൽ നിന്നൊരു മാംസം എടുത്ത് വായിലിട്ടു. തൽക്ഷണം ബിശ്ർ റളിയല്ലാഹു അൻഹു ഷഹീദായി പോയി. വിഷത്തിന്റെ കടുപ്പം എത്രയാണ്? വിഷത്തിന്റെ കടുപ്പം എത്രയാണ്? ബിശ്ർ റളിയല്ലാഹു അൻഹു ചവച്ചരച്ചത് ഉള്ളിലേക്ക് ഇറക്കി. അദ്ദേഹം അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് വായിലേക്കിട്ടു. അതിന്റെ രുചിയൊന്നു നുണഞ്ഞതേയുള്ളൂ. അല്ലാഹുവിങ്കൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നു, നബിയേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിയുന്നത്. വായിലുള്ളൊരു തുപ്പിക്കളഞ്ഞ് എഴുന്നേറ്റ് പോയി. പക്ഷേ നിങ്ങൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെയും, വഫാത്തിന്റെ അവസാന ഘട്ടത്തിൽ വരെയും ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞിട്ടുണ്ട്, ആയിഷ, അന്നാ ജൂത സ്ത്രീ തന്ന മാംസത്തിലെ ആ വിഷാംശം ഇന്നും എന്റെ ശരീരത്തിലെ ജീവധമനികളെ വല്ലാതെ വേദനിപ്പിക്കുന്നു.
അതിന്റെ വേദന അസഹനീയമാണ്. ഇന്നും ഞാനത് ഈ അവസരത്തിൽ അനുഭവിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ആരും അവർക്ക് വലുതല്ല. ജൂതനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാണോ, ഈമാനുണ്ടോ, കൊല്ലണം എന്ന അജണ്ടയിൽ കവിഞ്ഞ മറ്റൊന്നും അവനില്ല. അതിൽ കുറഞ്ഞ മറ്റൊരു തീരുമാനവും അവനില്ല. ഈ നിലക്ക് നല്ലവരെ മുഴുവൻ കൊന്നെടുക്കുന്ന ക്രൂരതയുടെ പര്യായങ്ങളായ ഏറ്റവും വലിയ തെമ്മാടിത്തം കാണിക്കുന്ന ആളുകൾ അവരെന്തേ ഇങ്ങനെ ആയിപ്പോയത്? വിശുദ്ധ ഖുർആൻ അവരുടെ ചില സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഹലാലല്ല തിന്നുന്നത് മുഴുവനും ഹറാമാണ്. വൃത്തികെട്ടതേ തിന്നു. ഹലാലല്ല തിന്നുന്നത് മുഴുവനും അധർമ്മമാണ്. വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വഅഖ്ദിഹിമുർ റിബാ വഖദ് നുഹു അൻഹു വഅക്ലിഹിം അംവാലൻ നാസി ബിൽ ബാത്തിലി. അവർ പലിശയുടെ ആളുകളാണ്. പലിശ മുതൽ വല്ലാതെ ഭക്ഷിക്കുന്നവരാണ്. അതുപോലെ തന്നെ വഅക്ലിഹിം അംവാലൻ നാസി ബിൽ ബാത്തിലി, ജനങ്ങളുടെ മുതൽ അവർ അന്യായമായി തട്ടിയെടുത്തുകൊണ്ട് പല പേരിട്ടുകൊണ്ട് ജനങ്ങളുടെ പോക്കറ്റിലെ പണം അവരുടെ പോക്കറ്റിലേക്ക് വരവ് ചേർത്തിട്ട് അന്യായമായി തിന്നാൻ പാടില്ലാത്തത് തിന്നു നടക്കുന്ന പാരമ്പര്യമാണ് ജൂതനുള്ളത്. മനുഷ്യൻ അധർമ്മം തിന്നാ പിന്നെ ക്രൂരതയുണ്ടാകും എന്നാണ് മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു. അധർമ്മമായ കാര്യങ്ങൾ, ഹലാലല്ലാത്തത് ഭക്ഷിക്കുന്ന മനുഷ്യന്റെ മനസ്സ് ക്രൗര്യത നിറയും. ഹലാല് തിന്നണം, ഹലാൽ ഭക്ഷിക്കണം. ഹറാമ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് പിന്നെ അരുതാത്തതൊന്നും ഉണ്ടാവില്ല. ആ നിലക്ക് അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സുഹ്ത. പറയുന്നതൊക്കെ ചീത്തയെ പറയുള്ളൂ. അശ്ലീലം പറയും, മോശപ്പെട്ടത് സംസാരിക്കും, അധർമ്മമായ കാര്യങ്ങൾ മാത്രമേ, അവർക്ക് വിഹിതപ്പെടാത്തത് മാത്രമേ അവർ തിന്നുകയുള്ളൂ. അതുപോലെ തന്നെ കരാറ് ചെയ്താൽ അത് ലംഘിക്കുന്ന പാരമ്പര്യമാണ്. വഞ്ചന അവരുടെ പാരമ്പര്യമാണ്. അള്ളാഹു ഒരു നിയമം പഠിപ്പിച്ചു കൊടുത്താൽ ആ നിയമങ്ങളിൽ നിന്ന് കുതറിയോടാനുള്ള സൂത്രപ്പണികൾ എന്താണെങ്കിൽ അത് കാണിക്കുന്നവരാണവർ. നമുക്കറിയാം, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്ന് യൂതന്മാരോട് കൽപ്പന. ശാബത്ത് നാളിൽ യൗമുസ്സബത്തിൽ മീൻ പിടിക്കാൻ പോകരുത്. അവരെന്തു ചെയ്തു? യൗമുസ്സബത്തിൽ ചിറകെട്ടി പിടുത്തം ഞായറാഴ്ചയാക്കി. യൗമുസ്സബത്തിൽ മീനുകളൊക്കെ ഒരു ഭാഗത്ത് കൂടും. ഫലത്തിൽ യൗമുസ്സബത്തിൽ പിടിച്ചില്ല, എന്നാൽ യൗമുസ്സബത്തിൽ പിടിച്ചതിനേക്കാൾ വലിയ കാര്യം. ഇങ്ങനെ മത നിയമങ്ങളിൽ ഹീലത്ത് പ്രയോഗിക്കുന്ന, സൂത്രം പ്രയോഗിക്കുന്ന ആ തെമ്മാടിത്തവും അവരിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ മുഴുവൻ അശ്ലീലതയും വ്യഭിചാരവും തിന്മയും പ്രചരിപ്പിക്കുക, ഇതൊക്കെ ജൂതന്മാരുടെ അജണ്ടയാണ്. ലോകം ഇന്നും അവിടെയാണുള്ളത്. അതുകൊണ്ട് ദിവസേന നമസ്കാരത്തിൽ നാം ഈ വിഭാഗത്തിനെതിരെ, അവരിൽ നിന്ന് അള്ളാഹുവിനോട് മോചനം തേടിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് നമ്മൾ. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയുണ്ട്. ജൂതന് അള്ളാഹുവിന്റെ ശാപമുണ്ടാകാൻ കാരണം, അവർ കോപിക്കപ്പെടാൻ കാരണം, അവർക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള ഏറ്റവും വലിയ ഈ നിലക്കുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാൻ കാരണം അവരുടെ ചെയ്തികളാണ്. അതെന്റെ ജീവിതത്തിൽ വരാതെ, എന്റെ ജീവിതത്തിൽ ഹറാമ് തിന്നുന്നൊരവസ്ഥയില്ലാതെ, ഞാൻ പലിശയുടെ ആളാവാതെ, ഞാൻ അധർമ്മത്തിന്റെ ആളാവാതെ, ഞാൻ ഹറാമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് സഹായിയാവാതെ, എന്റെ ജീവിതത്തിൽ ഹറാമായ ധനം എന്റെ വരുമാനത്തിൽ കലരാതെ ഞാൻ ഹലാല് ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചാലേ എനിക്ക് മഹാന്മാരായ അംബിയാവും ശുഹദാവും സിദ്ദീഖുകളും സ്വാലിഹീങ്ങളും നടന്ന പാതയിലൂടെ നടക്കാനൊക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അള്ളാന്റെ ശാപകോപത്തിന് വിധേയരായ ജൂതന്മാരുടെ അവസ്ഥയിലേക്ക് ഞാനും തരം താഴും. അങ്ങനെ തരം താഴാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അവരിൽ നിന്ന് അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥന ഫലവത്തായി തീരണമെങ്കിൽ നമ്മുടെ സമ്പാദ്യം ശുദ്ധമാവണം, നമ്മുടെ വാക്കുകൾ നല്ലതാവണം, നമ്മുടെ സംസ്കാരം നല്ലതാവണം, നമ്മുടെ വിശ്വാസം നല്ലതാവണം, മഹാന്മാരോടുള്ള നമ്മുടെ ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കണം. ക്രൗര്യതയില്ലാത്ത, കാരുണ്യത്തിന്റെ, വിനീതത്വമുള്ള ഹൃദയത്തിന്റെ ഉടമകളായി മാറണം. അതിന് പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന വഴിത്താരയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ മാത്രമേ രക്ഷയുള്ളൂ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അർഹമുർ റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.